കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നമ്മൾ നിസ്സാരമായി കാണരുത്. ഒരു മകനായി ജനിച്ചു, ഒരു മകളായി ജനിച്ചു, അത് ദൈവാനുഗ്രഹമാണ്. മൂത്ത മകനായി അല്ലെങ്കിൽ താഴെയുള്ള മകളായി, അതും ദൈവാനുഗ്രഹമാണ്. ബൈബിളിൽ വളരെ വിചിത്രമായൊരു കാര്യമുണ്ട്. അത് മൂത്ത മകന് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. സമ്പത്തിൽ 2/3 മൂത്ത മകനാണ്. അപ്പന് കിട്ടിയിരിക്കുന്ന, പാരമ്പര്യമായി കിട്ടിയിരിക്കുന്ന എല്ലാ അറിവുകളും ഈ മൂത്ത മകനാണ് പകർന്നു കൊടുക്കുക. അവനാണ് അവകാശി. അവന് മാത്രമാണ് നീണ്ട അങ്കി, നീണ്ട ഇടാൻ അവന് ഭാഗ്യമുള്ളത്. അപ്പോൾ ഒരുപാട് അവകാശവും അധികാരവും ഒക്കെ മൂത്ത മകനുണ്ട്. അപ്രകാരമുള്ള അധികാരമുള്ള മകന് വിശന്നപ്പോൾ ആ അധികാരങ്ങളെല്ലാം അടങ്ങിയ മൂത്ത പുത്രൻ്റെ അവകാശം ഒരു ചുമന്ന പായസത്തിന് വിറ്റ ഒരു ദുര്യോഗം ഏസാവ് എന്ന് പറയുന്ന മകനുണ്ട്. ഒരിക്കലും ഒരു സഹോദരി എന്നോട് പറഞ്ഞേ, അച്ഛാ, എന്താണ് ദൈവം അങ്ങനെ ചെയ്തത്? യാക്കോബ് പറ്റിച്ച് അനുഗ്രഹം വാങ്ങിയതല്ലേ, എന്നിട്ട് എന്തിനാണ് യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ച് ഏസാവിനെ മാറ്റിയത്? നമ്മുടെ ദൈവം ചെയ്യുന്ന പ്രവൃത്തി നീതിനിഷ്ഠമായ പ്രവൃത്തിയാണ്, സത്യമായ പ്രവൃത്തിയാണ്. ഈ ഒരു ദൈവാനുഗ്രഹം, മൂത്തപുത്രൻ്റെ അവകാശം നിസ്സാരമായി കരുതുന്നവൻ്റെ കൈകളിലേക്ക് ഒരു ജനതയെ മുഴുവനും ഏൽപ്പിച്ചു കൊടുത്താൽ അവനും അവരെ നിസ്സാരമായി കരുതും. ഏസാവ് പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഈ മൂത്തപുത്രൻ്റെ അവകാശം ഉള്ളത് കൊണ്ട് എനിക്ക് എന്തൊരു കാര്യം എന്ന് പറഞ്ഞ് നിസ്സാരമായി അതിനെ കാണുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹങ്ങൾ. ഇനി ഏസാവ് വിവാഹം കഴിക്കുന്നത് വേറൊരു വിജാതീയ സ്ത്രീ, എന്നിട്ട് റബേക്കയുടെ ജീവിതം ദുരിതപൂർണമാക്കുന്നുണ്ട്. അപ്പം ജീവിതത്തെ വിലയുള്ളതായി കാണുന്നവൻ്റെ കൈകളിലേക്കാണ് വിലയുള്ള അനുഗ്രഹങ്ങൾ ദൈവം കൊടുക്കുള്ളൂ. എൻ്റെ ജീവിതം വിലയുള്ളതാണ്, നന്മയുള്ളതാണ്, അത് അനുഗ്രഹമാണ് എന്ന് കരുതുന്നവൻ്റെ കയ്യിലാണ് ദൈവം ഈ വിലയുള്ളത് കൊടുക്കുകയുള്ളൂ. ദൈവത്തെ വിലവയ്ക്കുന്നവൻ, മനുഷ്യരെ മാനിക്കുന്നവൻ, അപ്പോൾ ദൈവത്തിനെ അവൻ അനുസരിക്കുന്നവനും അത് മനുഷ്യരെ മാനിക്കുന്നവനും ദൈവത്തിന് ആ സ്തുതികളും ആരാധനകളും അർപ്പിക്കുന്നവൻ്റെ കൈകളിലേക്ക് ദൈവം അനുഗ്രഹങ്ങൾ തന്നെ കൊണ്ടുകൊടുക്കും. ജീവിതത്തിൽ ദൈവത്തെ മാനിക്കാത്തവർ, ദൈവത്തിനോട് സ്നേഹിക്കാത്തവർക്ക് വലിയ അനുഗ്രഹങ്ങൾ കിട്ടുമെന്ന് നാം പ്രതീക്ഷിക്കരുത്. യാക്കോബ് അങ്ങനെയല്ല. അവൻ അനുസരണയോടെ വളർന്നു വന്നു എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുന്നത് നാം നമ്മുടെ വില മനസ്സിലാക്കാതെ പോയി എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്. ദൈവം തൻ്റെ മകനെ അവൻ്റെ രക്തം കൊണ്ട് വിലക്കി വാങ്ങിയതാണ് ഈ ജീവിതം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കൊക്കെ വിലയുണ്ട് എന്ന് ഓർക്കണം. പലരും പറയും, എന്നെ ആർക്കും വേണ്ട, എന്നെ വിലയില്ല, എന്നെ സ്നേഹിക്കുന്നില്ല. ഏസാവിന് പറ്റിയതുപോലെ നമ്മുടെയും ജീവിതത്തിൽ നമുക്ക് വേണ്ട അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. നാം വിലയുള്ളവരാണ്. എനിക്ക് കിട്ടിയ ഏത് ചെറിയ കാര്യത്തിലും ദൈവത്തിന് വലിയ അനുഗ്രഹങ്ങൾ നൽകുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കണം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. കർത്താവായ ഈശോയെ, ഏസാവിന് കിട്ടിയ അനുഗ്രഹങ്ങൾ അവൻ വിലയില്ലാത്തതായി കണ്ടു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതം വിലയുള്ളതാണെന്നും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പങ്കാളിക്ക് വിലയുണ്ടെന്നും മക്കൾക്ക് വിലയുണ്ടെന്നും അവരെ ഞാൻ സ്നേഹിക്കണമെന്നും ദൈവം നൽകിയ ദാനമാണ് എൻ്റെ ജീവിത പങ്കാളി, സമ്മാനമാണ് എൻ്റെ മക്കൾ ജീവിത പങ്കാളി എന്ന് കണ്ടുകൊണ്ട് അവരെ സ്വീകരിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് ആ ഒരു ജീവിതം മഹത്തരമാക്കാൻ ഈ ഒരു ആരാധനയിൽ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഗൂഢമായതൊന്നും നിന്നാൽ മറഞ്ഞിരിക്കില്ല, അംശമായതെല്ലാം പാടെ നീങ്ങിപ്പോയിടും. ആത്മാവിൻ പുതുമഴ ഇന്ന് സഭയിൽ പെയ്യണമേ, അഭിഷേകത്തിൻ അഗ്നിനാവിൻ എന്നിൽ പതിയണമേ. ആത്മാവിൻ പുതുമഴ ഇന്ന് സഭയിൽ പെയ്യണമേ, അഭിഷേകത്തിൻ അഗ്നിനാവിൻ എന്നിൽ പതിയണമേ. നിന്നോടൊപ്പം ഞാൻ വസിച്ചിടുവാൻ എന്നാത്മാവിൻ ദാഹം
നമിച്ചിടുവാൻ, നിൻ സ്വരമൊന്നു കേൾപ്പാൻ, നിൻ മാർവിൽ ചാരിടാൻ, തിരുകൃപ എന്നിൽ നിറഞ്ഞ് 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 കവിയണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.